നമസ്കാരം. എൻ്റെ പേര് റിയാസ് കാണവിള. ഞാൻ യങ് ഡെമോക്രാറ്റ്സിൻ്റെ തിരുവനന്തപുരം ജില്ലാ കൺവീനറാണ്. ഈ പത്രസമ്മേളനം നടത്താൻ എത്തിയിട്ടുള്ളത് യങ് ഡെമോക്രാറ്റ്സിൻ്റെ സംസ്ഥാന കൺവീനർ ശ്രീ എം താഹിർ അവറുകളാണ്. ഒപ്പമുള്ളത് സംസ്ഥാന ഓർഗനൈസിംഗ് ജോയിൻറ്റ് കൺവീനർ ശ്രീ കാസിം കൊല്ലം അവറുകളാണ്. ഈ പ്രോഗ്രാം നയിക്കുന്നതിലേക്കായി സംസ്ഥാന കൺവീനർ എം താഹിർ അവറുകളെ ക്ഷണിച്ചുകൊള്ളുന്നു. ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അതിലെ സമര പോരാളികളെ വെടിവെച്ച് കൊല്ലണമെന്നും അവർ കൂട്ടബലാത്സംഗത്തെ ഇഷ്ടപ്പെടുന്നവരാണെന്നൊക്കെ പറഞ്ഞ സംഘപരിവാറിൻ്റെ സഹയാത്രികനും വിദ്വേഷ പ്രചാരകനുമായ TG മോഹൻദാസിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിൽ നമ്മളിന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത്. യങ് ഡെമോക്രാറ്റ്സിൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അബ്ദുൽ കാസിം നൽകിയ പരാതിയിൽ തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തുടരുന്ന ഒരു സംഭവമാണ്. കേസെടുത്തു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരു പതിവാകുന്ന ഒരു സംഭവമായി കണ്ടുവരുന്നു. ഒരേ സമയം തന്നെ പരാതിക്കാരെയും അതോടൊപ്പം തന്നെ കുറ്റക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സമീപനം കേരള പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട്. വിദ്വേഷ പ്രസംഗങ്ങൾ നടക്കുമ്പോൾ ഇഷ്ടക്കാരെ തൃപ്തിപ്പെടുത്തുകയും പൊതുസമൂഹത്തിൻ്റെ കണ്ണിൽ പൊടിയിടുകയും ചെയ്യുന്ന സമീപനമാണ് കേരള പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കൊടുത്ത പരാതിയിൽ നോൺ ബെയിലബിൾ ഒഫൻസായി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു വകുപ്പ് മാത്രമാണ്. അത് ഡൽഹിയിലെ പ്രക്ഷോഭകാരികളെ വെടിവെച്ച് കൊല്ലുകയും അവരുടെ ശവങ്ങൾ വെറുക്കി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്യുമെന്ന് അടക്കം പറഞ്ഞ കാര്യങ്ങളിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത് ഒറ്റ വകുപ്പ് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ ഇത് നിരന്തരം വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകൾക്കെതിരെ ചുമത്തുന്ന ഒരു വകുപ്പ് മാത്രമാണ്. ഭാരതീയ ന്യായ സംഹിതയിൽ BNS 192 ആണ് നിലവിലിട്ടിരിക്കുന്നത്. പക്ഷേ 196 BNS അതൊരു കോഗ്നൈസബിൾ ഓഫൻസ് ആണ്. അത് ഇതുവരെയും ചുമത്തിയിട്ടില്ല. അതുമാത്രമല്ല BNS 75, 79 ഉൾപ്പെടെയുള്ള വകുപ്പുകൾ സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപം, അതേപോലെ സ്ത്രീകളെ ആക്ഷേപിക്കുക, ലൈംഗിക പരാമർശം നടത്തുക തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ തന്നെയും അത്തരം പരാമർശങ്ങളിലൊന്നും തന്നെ യാതൊരുവിധ വകുപ്പുകളും ചുമത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇതൊക്കെ സംഘപരിവാർ സഹയാത്രികർ പ്രതികളാകുന്ന വിഷയങ്ങളിൽ ഇത്തരം സമീപനങ്ങളാണ് കേരള പോലീസ് സ്വീകരിച്ചു വരുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ, അതുപോലെ തന്നെ RV ബാബു, പിന്നീട് PC ജോർജ് തുടങ്ങിയ ആളുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശങ്ങൾ നടത്തുമ്പോൾ ചില ആളുകൾക്കെതിരെ, ശശികല ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടെങ്കിലും ചിലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സ്റ്റേഷൻ ജാമ്യത്തിൽ അവരൊക്കെ തന്നെ പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ കേവലം നിഷ്കളങ്കമായ ഒരു പരാമർശമാണെന്നോ അതല്ലെങ്കിൽ ഇതൊക്കെ വിവരക്കേടാണെന്നോ നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ വളരെ ആസൂത്രിതമായ RSSന്റെ ആശയത്തിനെ മറപിടിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളൊക്കെ തന്നെയാണ് TG മോഹൻദാസ് നടത്തിയിട്ടുള്ളത്. അവിടെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗം തന്നെയാണിത്. കാരണം TG മോഹൻദാസ് ഇത്തരത്തിൽ സമരക്കാരെ അധിക്ഷേപിക്കുമ്പോൾ കൂട്ടബലാത്സംഗത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഒരു RSSകാരന് കേരളത്തിൽ നടക്കുന്ന സമരങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ പെൺകുട്ടികളുടെ പങ്കാളിത്തം ഉള്ള സമരങ്ങൾ നടക്കുന്നുണ്ട്. വിദ്യാർത്ഥിനികളുടെയും യുവതികളുടെയും സ്ത്രീ പങ്കാളിത്തമുള്ള സമരങ്ങൾ കേരളത്തിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരം സമരങ്ങൾ കാണുമ്പോൾ ഇത്തരക്കാരെ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതോടുകൂടി അത്തരം സമരക്കാരെ കാണുമ്പോൾ ബലാത്സംഗം ചെയ്യണമെന്ന് തോന്നിക്കുന്ന തരത്തിലാണ് അത്തരം ഒരു RSSകാരൻ അത്തരത്തിലൊരു ചിന്ത തോന്നുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് അയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുന്ന സമരക്കാരെ കാണുമ്പോൾ അവരെ വെടിവെച്ച് കൊല്ലണമെന്ന തോന്നൽ ഉളവാക്കുന്ന തരത്തിലുള്ള ഒരു സാമൂഹിക മനോഭാവം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പരാമർശമാണ് TG മോഹൻദാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതൊരു ചെറിയ സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല. ഇന്ന് ഞാൻ ഈ വാർത്താ സമ്മേളനത്തിൽ വരുമ്പോൾ ട്രെയിനിൽ വെച്ചൊരു വീഡിയോ കാണുകയുണ്ടായി. ഉത്തരേന്ത്യയിലെ ഒരു വയോവൃദ്ധനായ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ മുസ്ലിം വേഷധാരണത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് കുത്തി ഒടിച്ചിട്ട് അവിടെ അത് കണ്ടു നിന്ന് ആസ്വദിക്കുകയാണ് ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രിമാരും അതുപോലെ തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും RSS BJP നേതാക്കളും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസ്താവനകളും പ്രസംഗങ്ങളും ഒക്കെ നടത്തുന്നതിന്റെ ഫലമായിട്ടാണ്, അത്തരം അവർ നടത്തുന്ന അപരവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ വംശഹത്യകളും കലാപങ്ങളും നടക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ അവർ ഇത്തരത്തിലുള്ള ഒരു പൊതുബോധം
സൃഷ്ടിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള കലാപങ്ങളിലേക്കൊക്കെ കടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ആസൂത്രിതമാണ്. നമ്മുടെ വളരെ സമാധാനത്തോട് ജീവിക്കുന്ന നമ്മുടെ കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തെയൊക്കെ തന്നെ തകർത്തുകൊണ്ട് കേരളത്തിൻ്റെ മതനിരപേക്ഷ സംസ്കാരത്തെ തകർക്കാൻ വേണ്ടി ഇവിടെ മനഃപൂർവ്വം ലഹള സൃഷ്ടിക്കുക, കലാപം ഉണ്ടാക്കുക, വംശഹത്യ നടക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു പരാമർശമാണ് ടി.ജി. മോഹൻദാസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഇതിനു മുമ്പ് ഇത്തരം ആളുകൾക്കെതിരെ നിരവധി പരാതികൾ വരുന്ന സാഹചര്യത്തിൽ നിരന്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്ന ഇത്തരം ആളുകൾക്കെതിരെ കേസെടുക്കുകയും ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന ആളുകളിലേക്ക് കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ പിന്നീട് യാതൊരുവിധ നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മളിന്ന് നോക്കുമ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ടി.ജി. മോഹൻദാസിന്റെ പരാമർശങ്ങൾ നമ്മൾ പരിശോധിക്കണം. 2017 അർത്തുങ്കൽ പള്ളി അത് ശിവക്ഷേത്രമാണെന്നും ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ ഉണർന്ന് അത് ശിവക്ഷേത്രമാക്കുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാമർശം നടത്തി. 2019 അവിടെ തൃശ്ശൂർ ജില്ലാ കളക്ടറായിരുന്ന അനുപമ IAS-നെതിരെ, അത് ഒരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്, ഇവിടെ അനുപമ IAS അവിടുന്ന് മാറ്റണമെന്ന തരത്തിലുള്ള പരാമർശം നടത്തി. 2022 അതുപോലെ തന്നെ കർഷക സമരത്തിനെതിരെ സമാനമായ ഡൽഹി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം പോലെ തന്നെ കർഷക സമരത്തിനെതിരെ പ്രസ്താവന നടത്തി. സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റൊരു പരാമർശം നടത്തിയത് ഇത്തരം പ്രതിഷേധങ്ങളും പയ്യന്മാരെ ശല്യം ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളാണ് ഇവിടെയുള്ളതെന്ന തരത്തിലുള്ള പരാമർശം നടത്തി. വയനാട് സന്നദ്ധ സേവകര് റിലീഫ് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അതിനെയും അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. ഞാൻ ചോദിക്കുന്നത്, കഴിഞ്ഞ 10 വർഷക്കാലമായി മാത്രം 100 കണക്കിന് പരാതികളാണ് ടി.ജി. മോഹൻദാസ് പോലെയുള്ള RSSന്റെ വിദ്വേഷ പ്രചാരകർക്കെതിരെ ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും ഉൾപ്പെടെ കൊടുത്തിട്ടുള്ളത്. എന്ത് നടപടിയാണ് ഇവിടെ സംസ്ഥാന സർക്കാരുകൾ സ്വീകരിച്ചിട്ടുള്ളത്? പോലീസ് എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ ടി.ജി. മോഹൻദാസ് ഡൽഹി പ്രക്ഷോഭകാരികളുമായി നടത്തിയ അത്യന്തം ഹീനമായ ഈ പരാമർശത്തിനെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. തീർച്ചയായിട്ടും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി യങ് ഡെമോക്രാസി രംഗത്ത് വരുന്നതാണ്. അത് മാത്രമല്ല, കോടതിയെ സമീപിക്കാനും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മതേതര അന്തരീക്ഷത്തെ ഈ ഒരു മലീമസമാക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകൾക്കെതിരെ മതേതര സമൂഹം രംഗത്ത് വരേണ്ടതുണ്ട്. നാളെ ഇവിടെ ഇത്തരത്തിലുള്ള വംശീയ കലാപങ്ങൾ ആസൂത്രണം ചെയ്യുന്ന തരത്തിൽ അതിന് മുന്നോടിയായി നടത്തുന്ന മുന്നൊരുക്കങ്ങളുടെ ഭാഗമാണിത്. ടി.ജി. മോഹൻദാസിനെ പോലെയുള്ള പടുകിഴവന്മാരെ ചങ്ങലയിൽ ഇട്ട് തളയ്ക്കേണ്ടതുണ്ട്. കാരണം തളർന്ന് കിടക്കുകയാണെങ്കിൽ പോലും വെടിവെച്ച് കൊല്ലുമെന്ന് പറയുന്ന ആൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലുമുള്ള ആരോഗ്യമില്ല. ഇല്ലെങ്കിൽ അയാൾ RSSന്റെ ശാഖയിൽ പോയി ആയുധ പരിശീലനത്തിന് നേതൃത്വം കൊടുത്തേനെ. പക്ഷേ അയാളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രൊപ്പഗൻഡയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, വിദ്വേഷ പരാമർശങ്ങൾ നടത്തുക എന്നുള്ളതാണ്. അത് ദൂരവ്യാപക പ്രത്യാഘാതം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് കേൾക്കുന്ന ആ സംഘപരിവാറിന്റെ അനുഭാവികൾക്ക് ജനാധിപത്യപരമായി നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ അഴിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള പ്രചോദനമാണ് നൽകുന്നത്. സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ നടത്താനും ലൈംഗിക ആക്ഷേപം നടത്തുവാനും അത്തരത്തിൽ കൂട്ടബലാത്സംഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ട പ്രചോദനമാണ് ഇത്തരം RSSന്റെ വിദ്വേഷ പ്രചാരകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി കേരള പോലീസ് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കേസെടുത്ത് പോയി പൊതുസമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കമാണ് ഇതുവരെ തുടർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെയുള്ള നീക്കമാണ് കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തും. ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യുന്നതുവരെ ശക്തമായ പ്രതിഷേധങ്ങൾ യങ് ഡെമോക്രാറ്റ്സ് സംഘടിപ്പിക്കും. അത് മാത്രമല്ല, കോടതിയെ കൂടി സമീപിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വാർത്താ സമ്മേളനം നമ്മളിവിടെ നടത്തുന്നത്. ടി.ജി. മോഹൻദാസിനെതിരെ നൽകിയ പരാതിയിൽ തിരുവനന്തപുരം സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ 95/2026 FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും, എന്നാൽ ഇതിൽ ടി.ജി. മോഹൻദാസ് നടത്തിയ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അധിക്ഷേപം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ വകുപ്പുകൾ ചേർക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടില്ല. അപ്രകാരം അന്വേഷണം നടത്തണം എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുള്ളതും അപ്രകാരം നടത്താത്ത പക്ഷം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ നേരിട്ട് പരാതിക്കാരൻ എന്ന നിലയിൽ, സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മിറ്റി മെമ്പർ എന്ന നിലയിലും ഞാൻ സമീപിക്കുന്നതായിരിക്കും. അതാണ് യങ് ഡെമോക്രാറ്റ്സിൻ്റെ ഔദ്യോഗികമായ തീരുമാനം.